ഇതില് എവിടെയാണ് ചേട്ടന്റെ രൂപസാദൃശ്യം വരുന്നത്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. എവിടെയാണ് ചേട്ടന്റെ രൂപസാദൃശ്യം? അമ്മക്ക് അച്ഛനെ കാണിച്ചിരുന്ന ആരാ? നോക്കും എനിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാ ആളുകൾക്കും അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത് അമ്മ മാത്രമല്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തെളിവ് തന്നോ? അതാണല്ലോ ഞാൻ പറയുന്നേ. എന്റെ അമ്മ തന്നത് കൊണ്ടാണല്ലോ ഞാൻ പറയുന്നേ. ഇതുമായിട്ട് സാദൃശ്യം ചെയ്താൽ ഞങ്ങൾ തമ്മിൽ രാപകൽ അദ്ദേഹം ജോലി എന്തായിരുന്നു? നേവി ജോലി, പിന്നെ സിനിമ അഭിനയം. എന്റെ ജോലി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിളിന്റെ പണി, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൈക്കാട് പണി, മണ്ണ് ചുമട്, പാറ ചുമട്, കൈവണ്ടി പണി, കമ്പി ചുമട്, സിമെന്റ് ചുമട്, കോൺക്രീറ്റ്, അങ്ങനെ എല്ലാ പണിക്കും പോകും. നിങ്ങളിപ്പോ ജയന്റെ മകനാണ് എന്ന് തെളിയിക്കാനായിട്ട് നടക്കുകയാണ്. എന്തിനു എനിക്ക് തെളിയിക്കണം? എന്റെ അമ്മ പറഞ്ഞ ആളാണ് എന്റെ അച്ഛൻ. തെളിയിക്കേണ്ടത് ആരാണ്? അച്ഛന്റെ അനുജന്റെ മക്കൾ എന്ന് പറയുന്ന കണ്ണൻ നായരും ആദിത്യനും വന്ന് DNA എടുക്കാൻ തയ്യാറായ മുരളി ജയൻ. ഓക്കെ, താങ്കളുടെ അമ്മ ഒരു മോശം സ്ത്രീയാണ്. അമ്മ മോശം സ്ത്രീ എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകളെന്ന് ഞാൻ പറയും. അവിഹിതം. ഞാൻ പിഴച്ചുണ്ടാവനാണെന്നും ഇത് ഞാൻ കുഞ്ഞിനെ പോലെ കേൾക്കുന്നുണ്ട്. എന്റെ മൂത്തോക്ക് ചോദിക്കണ്ട പിഴച്ചുണ്ടാവനെ അന്ത ഇല്ലാത്തവനെ. ഇതൊക്കെ നമ്മൾ ഉള്ളുകൊണ്ട് വേദനിച്ച് പിന്മാറാറുണ്ട്. ആ കളി നിന്ന് ആ കൂട്ടുകാരുടെ ഞാൻ പോകാറുണ്ട്. എന്റെ അമ്മ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കുടുംബം ഇല്ലാത്തതുകൊണ്ടും അമ്മയ്ക്ക് ഒരു കുടുംബം ഇല്ലാത്തത് കൊണ്ടും ഒരു അവിഹിതം അവിടെ നടത്തില്ല. സ്വന്തം അമ്മയോട് ചോദിച്ച അനുമതി വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ജനിക്കുന്നത്. അവിടെ അവിഹിത സന്തതിയല്ല. 24 വർഷമായല്ലോ മക്കളെ ഞാൻ ജയന്റെ മകനാണെന്നും പറഞ്ഞിടക്കും. ഇവൻ കള്ളനാണ്, ഇവനെ ജയിലിൽ അടയ്ക്കണം. ഈ 24 വർഷം പോരെ ഞാൻ കള്ളനാണ് തെളിയിക്കാൻ? മോള് തന്നെ ആലോചിക്കും. മോടെ കുടുംബത്തിൽ വന്ന് ഞാൻ 24 വർഷമായിട്ട് മോടെ അച്ഛൻ്റെ അല്ലെ വാപ്പയുടെ മോനാ ഞാനെന്ന് പറഞ്ഞാൽ മോക്ക് അറിയാമെങ്കിൽ മിണ്ടാൻ നിൽക്കും. അറിഞ്ഞുകൂടാങ്കിൽ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. നിങ്ങൾക്കറിയാം നിങ്ങള് ജയന്റെ മകനാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് മനസ്സിൽ വെച്ച് അച്ഛനെ പ്രാർത്ഥിച്ചങ്ങ് ഇരുന്നാ മതിയായിരുന്നു. ഇപ്പോഴും നിങ്ങൾ ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞ് നടക്കുകയല്ലാതെ. മോളൊരു കാര്യം ചെയ്യും, എനിക്കൊരു തെളിവ് താ. മോള് തരാൻ ബാധ്യസ്ഥയാണ്. ഞാൻ ജയന്റെ മകനാണെന്ന് പറയുമ്പം ഞാൻ ശക്തമായിട്ട് പറയുവാണ്, ഞാൻ ജയന്റെ മകനാണ്. എന്റെ അമ്മ പറഞ്ഞ ഓർമ്മയിലാണല്ലോ, ആ മെമ്മറിയിലല്ലോ, അല്ലെ ആ അധികാരത്തിലാണോ ഞാൻ പറയുന്നത്. മോള് പറയാണ് ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ, ചേട്ടൻ ജയന്റെ മകനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മോളെ ശരി. ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് ജയന്റെ മകനല്ല എന്ന്. അവരോട് എനിക്ക് പറയാവുന്നേ ഉള്ളൂ. ഇനി എൻ്റെ അമ്മ ചിലപ്പോൾ എന്നെ പറ്റിച്ചെങ്കിലോ? പേര് പറഞ്ഞ് പ്രശസ്തി നേടാൻ താല്പര്യമുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, പറഞ്ഞു പറയുന്നത്. ഇപ്പം ഞങ്ങൾ കേൾക്കുന്നത് മുഴുവൻ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി പറയുന്ന കാര്യങ്ങളാണ്. ഒരു സ്ഥലത്തും പോയി പറയാറില്ല. എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ, ചാനലുകാരെ വിളിച്ചാൽ ഞാൻ ചെല്ലും. എന്തിനാ പോകുന്നപ്പോ? അതിപ്പോ ഞാൻ ഇതിപ്പോ തെളിയിച്ചില്ലേ പറ്റൂ. ഇതിപ്പോ എന്റെ ഉത്തരവാദിത്വം.